നാടെങ്ങും തിരുവോണത്തിന്റെ തിരക്കുകളിലാണ്. സത്യം പറഞ്ഞാൽ അത്തമെത്തി, ചിങ്ങം ഒന്നെത്തി, പിന്നെ അങ്ങോട്ടുള്ളൊരു ദിവസങ്ങളൊക്കെ ഭയങ്കര പെട്ടെന്നാണ് പോയത്. ഇപ്പോൾ ഇതാ തിരുവോണം എത്താറായി നിൽക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എനിക്ക് തന്നെ ഇന്ന് ഉത്രാടമായി എന്ന് തന്നെ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാനായിട്ടില്ല. ഇപ്പോഴും തിരുവോണം ഗംഭീരമാകാൻ ഇന്ന് ഉത്രാട പാച്ചിലാണ് നാടെങ്ങും. എല്ലായിടത്തും വിപണികൾ സജീവമായിട്ടുണ്ട്. സദ്യവട്ടങ്ങൾക്കുള്ള പച്ചക്കറികൾ, ഓണക്കോടി, അത്തപ്പൂക്കളത്തിനുള്ള പൂക്കൾ എന്നിവ വാങ്ങാൻ വിപണിയിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പൂക്കളം ഒരുക്കിയും കസവെടുത്ത് ഒരുങ്ങിയും ഒത്തൊരുമയോടെ മലയാളികളുടെ ആഘോഷം തുടരുന്നു. വിവിധയിടങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ ലൈവ് റിപ്പോർട്ടുകളുമായി ഇന്നത്തെ ദിവസം മൊത്തം നമ്മളുമായി ചേരുന്നതായിരിക്കും. അതിനു മുൻപ് ഓണവുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകളിലേക്ക്. ഓണസദ്യയുടെ പൂർണ്ണതയെന്ന് തലമുറകളായി പച്ചപിടിച്ച ആ വാഴയുടെ തുമ്പത്താണ്. കറികൾ എത്ര സമൃദ്ധമായാലും നാവിൽ കൊതിയൂറുന്ന സദ്യ വിളമ്പാൻ നല്ല ഒന്നാന്തരം നാടൻ വാഴയില തന്നെ വേണം. തിരുവോണം അടുത്തെത്തിയതോടെ വിപണിയിൽ വാഴയിലയ്ക്ക് വൻ ഡിമാൻഡാണ്. മുൻകൂർ ബുക്ക് ചെയ്താൽ പോലും വാഴയില കിട്ടാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നഗരങ്ങൾ. വിലയാവട്ടെ ഇരട്ടിയിലേക്ക് അതിലും അധികമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ. കോഴിക്കോട് പാളയത്തിൽ നിന്നും MS അനീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ കണ്ടിട്ട് നമുക്ക് തിരികെ എത്താം. ഓണക്കാലം എന്നാൽ മലയാളികൾക്ക് പൂക്കളവും ഓണക്കോടിയും കളികളും മാത്രമല്ല, ഭക്ഷണം, ഏറ്റവും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു സമയം കൂടിയാണ് ഓണക്കാലം. സാധാരണഗതിയിൽ സസ്യേതര വിഭവങ്ങളൊക്കെ കഴിക്കുന്നവർ പോലും ഓണക്കാലത്ത് ഓണസദ്യ ഉണ്ണുമ്പോൾ മാത്രമാണ് ഓണം സമ്പൂർണ്ണമാകുന്നത്. നമ്മൾക്കൊപ്പം ഇപ്പോൾ കോഴിക്കോട്ടെ ആളുകളാണുള്ളത്. അടിപൊളി സദ്യ, ആര്യഭവനിലാണ് നല്ല സദ്യ. എത്ര വിഭവങ്ങളുണ്ട്, എണ്ണാൻ പറ്റുമോ? ഏകദേശം 26 വിഭവങ്ങൾ ഉണ്ടാവും. സാധാരണഗതിയിൽ ഈ സദ്യ കഴിക്കാറുണ്ടോ, അതോ ഈ ഓണം വരുമ്പോഴാണോ? കഴിക്കാറുണ്ട്. ഓണം ഒരു സ്പെഷ്യൽ ആണല്ലോ. ഓണം വരെ നമുക്ക് സന്തോഷമാണ്. എല്ലാവരും കൂടെ ഇപ്പം നമ്മൾ ഓഫീസ് സ്റ്റാഫാണ് യൂറോക്കെ ഹോപ്സിന്റെ 10-12 പരിപാടി ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന കഴിക്കുന്നത്. ഓഫീസിൽ ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു? അത് തീർച്ചയായിട്ടും ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കൊരു ഇരട്ടി സന്തോഷം. അതെ അതെ, എല്ലാവർക്കും ഒരു സന്തോഷമല്ലേ, ഫാമിലി ആയിട്ടും പിന്നെ ഓഫീസിലെല്ലാവരും ഇരുന്ന് സംസാരിക്കുന്നു. വീട്ടിലാണെങ്കിലും ഇത്രയും വിഭവങ്ങളൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് വരുന്നത്. ഇതാകുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനും പറ്റും, അതുപോലെ തന്നെ ഫാമിലിയെ കൊണ്ടുവരാനൊക്കെ പറ്റും. എങ്ങനെയുണ്ട്? സദ്യയാണോ സാധാരണ ഇഷ്ടം, അതോ മന്തിയാണോ? സദ്യ. സദ്യ. എങ്ങനെയുണ്ട് സദ്യ? അടിപൊളിയാ. സാധാരണ ഏതാ, ചോറാണോ ഇഷ്ടം, അതോ വേറെ മന്തിയും പൊറോട്ടയൊക്കെയാണോ ഇഷ്ടം? ചോറാണ്. ചോറിന്റെ ആളാണ്. ആളുകളൊക്കെ ഇങ്ങനെ ആഘോഷപൂർവ്വമാണ്. കാരണം ഭക്ഷണം കഴിക്കുമ്പോഴാണ് മനസ്സ് നിറയുന്നതെന്ന് പറയുന്നത്. നിങ്ങളൊക്കെ ഒരേ ഇടത്തുനിന്നുള്ള ആളുകളാ? അതെ. എങ്ങനെയുണ്ട്? ഓഫീസിൽ ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു? അത് കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാം. എണ്ണാൻ പറ്റിയ എത്ര വിഭവം ഉണ്ടെന്നാണ്? ഇല്ല. എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളി, നല്ല ഫുഡ്. ഓഫീസിലെ ആഘോഷമൊക്കെ കഴിഞ്ഞു ലഞ്ചിന് വന്നിരിക്കല്ലേ? യെസ്. എന്നാൽ ഇതാണ്, എല്ലാവരും അവരവരുടെ ഇടങ്ങളിൽ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് പിന്നീട് സദ്യ കഴിക്കാനായി വരുന്നത്. ഇനിയിപ്പോൾ ആഘോഷത്തിന്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും വീടുകളിലേക്ക് മടങ്ങും. വീടുകളിലെത്തിയാൽ വീണ്ടും സദ്യവട്ടം ഒരുക്കുന്ന തിരക്കിലാവും. പക്ഷേ ഇത്രയധികം വിഭവങ്ങളൊന്നും ഒരുക്കാൻ ഒരു പക്ഷേ പറ്റിയെന്ന് വരില്ല. നമുക്ക് ഇവരോടൊക്കെ തന്നെ ചോദിക്കാം. എങ്ങനെയുണ്ട്? നിങ്ങളെല്ലാം ഒരിടത്ത് വർക്ക് ചെയ്യുന്ന ആളുകളാ? അടിപൊളിയാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ സദ്യ കാര്യമായിട്ട് കഴിക്കില്ലായിരിക്കും, ചോറൊക്കെ അല്ലേ? ഓണമാകുമ്പോഴാണ്. അതെ, ഓണം ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാറുണ്ട്. ഏതാണ് ഇഷ്ടപ്പെട്ട സാധനങ്ങളുണ്ട്? പായസം തന്നെ ആയിരിക്കും. അതെ അതെ. എങ്ങനെയുണ്ട് ഓണമൊക്കെ? അടിപൊളിയാണ്. സദ്യ സാധാരണഗതിയിൽ ഇഷ്ടമാണോ, അതോ ഓണത്തിനോ തിന്നുള്ളൂ? അല്ല, ഇഷ്ടമാണ്. അല്ല, എല്ലാവരും മന്തിയൊക്കെയാ കഴിക്കുന്നത് കൂടുതൽ അതാണ്. എന്നാലും ഓണം വരുമ്പോൾ ഒരു പ്രത്യേക കഴിക്കാറുണ്ട്. എങ്ങനെയുണ്ട് ഇന്നത്തെ ഈ സദ്യ? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. എത്ര കറിയുണ്ടെന്ന് എന്നാ പറ്റിയോ? ഇല്ലല്ലോ. ഇതാണ് ഈ ഓണം വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. എങ്ങനെയുണ്ട്? വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് തന്നെയാണോ? കഴിക്കാൻ വരുന്നുള്ളൂ. വന്നില്ല, ഇവരൊക്കെയാണ് കഴിച്ചിരിക്കുന്ന ആളുകൾ. നല്ല ഭക്ഷണമാണ്. നമ്മൾ സോൾ ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സോഫ്റ്റ്വെയർ കമ്പനീന്റെ ആൾക്കാരാണ്. നമ്മൾ മെയിൻലി ഈ ഓണത്തിനൊക്കെയാണ് ഇതേപോലെ ഒത്തുകൂടുന്നത്. കേരളത്തിൽ അറിയാലോ, നമ്മുടെ ഒരു ആഘോഷമാണല്ലോ. അപ്പോൾ നമ്മളധികം ഇവിടെ തന്നെയാണ്. അതിൽ നല്ലൊരു ഭക്ഷണമാണ്. ഇപ്പം ഓഫീസിൽ ആഘോഷം കഴിഞ്ഞോ? ഓഫീസിൽ നമ്മൾ രാവിലെ പൂട്ടു, അതിനുശേഷം കുറച്ച് ഗെയിംസ് ഉണ്ട്. അതിനുശേഷം ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത വലിയ ഗെയിംസ് ഉണ്ട്. അതിന് മുന്നാലും മൊത്തത്തിലൊരു ദിവസം നല്ലൊരു ദിവസം. ഇതാണ്
ഹാപ്പിയാണോ നിങ്ങളുടെ ഇതാണ്, അതായത് നേരത്തെയുള്ള കാലത്തേക്കാൾ ആഘോഷങ്ങൾ ഓരോ ഇടങ്ങളിലായി, ഓരോ ഓഫീസുകളിലും അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലും ഒക്കെ ആളുകൾ ആഘോഷം നടത്തിയ ശേഷമാണ് ഒന്നിച്ച് സദ്യ കഴിക്കാനായി വരുന്നത്. ഈ ഹോട്ടലിലെ ആളുകൾക്കും ഒരു തിരക്ക് പിടിച്ച ഒരു സമയം തന്നെയാണ്. കാരണം ഈ ഓണം തുടങ്ങുന്ന സമയം മുതൽ മുൻകാലങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി കൂടുതൽ ആളുകൾ ഹോട്ടലിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. വളരെ വളരെ നല്ല അഭിപ്രായമാണ്. റെസ്പോൺസ് ഉണ്ട്. നല്ല സ്കൂളുകളുടെ ഗ്രൂപ്പായിട്ടുള്ള ഓരോ ഓഫീസുകൾ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അങ്ങനെ എല്ലാവരും വന്നിട്ടുള്ള ഒരു ഓണസദ്യ നല്ല വിഭവത്തോടെ 25 ഐറ്റംസ് ഇവിടെ ഇന്ന് സെർവ് ചെയ്യുന്നുണ്ട്. ഏകദേശം എങ്ങനെയാണ് ഇതിന്റെ വിലയൊക്കെ എങ്ങനെയാണ്? ഈ പ്രാവശ്യത്തെ വില ഏകദേശം കഴിഞ്ഞ വർഷങ്ങളിൽ 20 രൂപേൻ്റെ വ്യത്യാസം 300 രൂപയാണ് 2 പായസം അടക്കമുള്ള സദ്യക്ക് നമ്മളവിടെ സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മലബാറിൽ വേറെ പ്രത്യേകത ഒന്നും ഇല്ലല്ലോ അല്ലേ? ഈ സാധാരണ ഓണസദ്യ മലബാർ പക്ക മലബാർ സദ്യ. ഏറ്റവും ആളുകൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള പൈനാപ്പിൾ പച്ചടി ഇഷ്ടമാണ്, കൂട്ടുകറി, അവിയൽ, അടപ്രഥമൻ, അതേപോലെ പരിപ്പ് പ്രഥമൻ, ഇതൊക്കെ നമ്മുടെ ഒരു സ്പെഷ്യൽ വെറൈറ്റികളാണ്. 2 പായസം ഉണ്ടല്ലേ? 2 പായസം ഉണ്ട്. ആളുകളൊക്കെ ഹാപ്പിയാണ്, ഫുൾ ഹാപ്പിയാണ്. നല്ല സന്തോഷത്തോടെ ഓരോരുത്തർക്കും ഓരോ ടൈമിംഗ് കൊടുത്തിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? കഴിഞ്ഞ വർഷങ്ങളൊക്കെ അപേക്ഷിച്ച് ഇത്തവണ ബുക്കിംഗിൽ മാറ്റമുണ്ടോ? അതോ? മാറ്റമുണ്ട്. നല്ല ബുക്കിംഗ് ആയി പ്രശ്നം കിട്ടിയിട്ടുള്ളത്. കൊടുക്കാൻ പറ്റാത്തൊരു വിഷമം മാത്രമേ ഉള്ളൂ. കഴിയുന്നില്ല. കുറെ പരിചയമുള്ള ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ലിമിറ്റ് ഉണ്ട് നമുക്ക് അതിന് ചെയ്യാൻ പറ്റുന്നത്. ഇത് റിയൽ ടൈം ഉണ്ടാക്കി വേണമല്ലോ കൊടുക്കാനല്ലേ? അതെ, കിച്ചണിൽ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. ആ ലിമിറ്റിനനുസരിച്ച് നമുക്ക് പാചകം ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഓവർ ആകുമ്പോൾ അത് ബുദ്ധിമുട്ടാകും. അതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ മാറും. ഈ ടേക്ക് അവേ എണ്ണം കൂടുന്നുണ്ടോ? പാഴ്സൽ ടേക്ക് അവേ ഉണ്ട്. ബൾക്ക് ഓർഡേഴ്സ്, ടേക്ക് അവേഴ്സ് 10 ദിവസം, 10 മുതൽ 10 ദിവസങ്ങളിലേക്ക് ഇപ്പോൾ ടേക്ക് അവേ ഡെയിലി ഒരു 200-250 ടേക്ക് അവേ പോകുന്നുണ്ട്. ഈ വില ഇങ്ങനെ റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഈ ഇല മുതൽ വില കൂടുതലാണ്. അതെ, ഇലക്ക് ഇന്നിപ്പോൾ 7 രൂപ 10 രൂപയായി. ഇനിയിപ്പോൾ നാളത്തേക്ക് ഇപ്പം തിരുവോണത്തിനെന്ന് എനിക്ക് തോന്നുന്നില്ല ഇല കിട്ടാനില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയുന്നത്. അന്ന് തിരുവോണ കിറ്റ് ഉണ്ട്, 2 പേരുടെ കിറ്റ്. അപ്പോൾ അതിലെല്ലാം കൂടി കൊടുക്കണമെങ്കിൽ ഇല നിർബന്ധമായിട്ടും കൊടുക്കണം. നമ്മൾ എല്ലാ വർഷവും കൊടുക്കുന്നതാണ്. അപ്പോൾ ഇലേൻ്റെയും മറ്റ് സാധനങ്ങളുടെ ഒക്കെ വില വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നിങ്ങൾക്കൊരു പ്രതീക്ഷയുള്ള സമയം ഓണക്കാലമാണ്. അതെ, ആണെങ്കിലും എല്ലാ വർഷവും ചെയ്യുന്നതുകൊണ്ട് ആൾക്കാർ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഈ ഓണസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് വന്ന് ആൾക്കാർ അന്വേഷിക്കുമ്പോൾ നമുക്ക് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. ഈ കിറ്റിൽ എത്ര പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ട്? 2 പേർക്കുള്ള കിറ്റ്. അത് ഏകദേശം 3 പേർക്ക് കഴിക്കാം. 28 ഐറ്റംസും 2 പായസം അടക്കമുള്ള കിറ്റാണ് കൊടുക്കുന്നത്. അത് ഇത്രയും സാധനങ്ങൾ അതിനകത്ത് ക്രമീകരിച്ചു എല്ലാം കണ്ടെയ്നറിൽ നല്ല വൃത്തിയോടെ ക്രമീകരിച്ചു കൊടുക്കണം. എല്ലാ വർഷങ്ങളും ചെയ്യുന്ന പോലെ തന്നെ അതും ഒരു ലിമിറ്റ് ഓഫറിൽ എടുത്തിട്ട് നിർത്തിക്കളും. ഈ കണ്ടെയ്നറിന് ഷോർട്ടേജ് ഉണ്ടെന്ന്? കണ്ടെയ്നറിന് ഷോർട്ടേജ് ഇപ്പോൾ ഈ ഗൾഫ് വാറിന് അതൊന്നും തോന്നുന്നു. കണ്ടെയ്നറൊക്കെ ഭയങ്കര പ്രൈസ് ഹൈക്കായിട്ടുണ്ട്. അപ്പോൾ അതും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കൂടുതൽ പേർക്കുള്ള കിറ്റുകൾ കുറവാണ്? ഇല്ല, 2 പേർക്ക് മാത്രമുള്ള കിറ്റ് ആക്കിയിട്ടുള്ളൂ ഈ പ്രാവശ്യം. കൂടുതൽ ആൾക്കാർക്ക് എന്താ കിറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് വാങ്ങാം, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനി 3-4 ദിവസം നിങ്ങൾക്ക് വിശ്രമമില്ലാത്ത ദിവസങ്ങളാണ്. ഇത് തന്നെയാണ്, ആളുകൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒന്നിച്ചിരുന്ന് കളിക്കുക, ഒന്നിച്ച് പൂക്കളം ഇടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഓഫീസിലും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ ജോലി ചെയ്യുന്നവർ അവരവരുടെ വീടുകളിലേക്ക് പോവും. പിന്നീട് റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ, ക്ലബ്ബുകൾ, വീടുകൾ എന്നിവ കേന്ദ്രീകരിച്ചുള്ള ആഘോഷങ്ങളാവും നടത്തുക. പക്ഷേ മുൻ വർഷങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി ഒരുപാട് ഓർഡറുകളാണ്. കാരണം ആ വീടുകളിൽ ഇരിക്കുന്ന അമ്മമാർക്ക് മറ്റുമൊക്കെ ഈ പാചകം ചെയ്ത് സമയം കളയാതിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതുവരെ വന്നില്ല അല്ലേ? വീട്ടിൽ സദ്യ ഉണ്ടാക്കുമോ? ഉണ്ടാക്കും. വലിയൊരു ജോലിയാണ് അല്ലേ? അത് ജോലി ഇത്രയും കറികളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇത്രയും ഉണ്ടാക്കാൻ പറ്റൂല. ആവശ്യത്തിനുള്ള ഉണ്ടാക്കും. ഓടും. അവരിങ്ങനെ കാത്തിരിക്കുകയാണ് ഭക്ഷണത്തിന് വേണ്ടി. എന്തായാലും തൃപ്തികരമായി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരു സന്തോഷം എല്ലാ മുഖങ്ങളിലുമുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഓണം അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ മുന്നോട്ട് പോകുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായും ഒരിച്ചിരി ചോറും അവിയലും സാമ്പാറും പപ്പടം ഒരു പായസം ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മലയാളികളെ സംബന്ധിച്ച് ഈ മന്തിയും ബിരിയാണിയൊക്കെ ആർക്ക് വേണം അല്ലേ? കോഴിക്കോട് നിന്നും MS അനീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.